യെസ്, ഇന്ന് നമ്മുടെ ഇന്റഗ്രേഷൻ ഡേ ആണ്, 21st ഡേ. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ നിങ്ങളെല്ലാം ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രത്യേക കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ 21st ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ മാറ്റം ഉണ്ടായത് എന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. നമ്മൾ ഇതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടായത്, റിയൽ ആയിട്ടൊരു മാറ്റത്തിന്റെ തുടക്കമോ അല്ലെങ്കിൽ ഒരു മാറ്റമോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചോ? അതുപോലെ എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്? നിങ്ങൾക്ക് കിട്ടിയ വിസ്റ്റം എന്താണ്? ആ വിസ്റ്റം നിങ്ങൾ ഈ 21 ഡേയ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് ഒരു വിസ്റ്റം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയത്? അത് ലോങ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു പ്രയോജനം കാണുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്റഗ്രേഷൻ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, കുറേ തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, കുറേ മെഡിറ്റേഷൻസ് മനസ്സിലാക്കി. ഇതൊക്കെ പിന്നെ കുറച്ച് റിയലൈസേഷൻസ് ഉണ്ടായി, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്തു, കുറച്ച് വിസ്റ്റം നമുക്ക് കിട്ടി. ഇതൊക്കെയാണെങ്കിലും ഇത് റൈറ്റ് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാലാണ് ശരിക്കും ഇതിന്റെ ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി എനിക്കും നിങ്ങൾക്കും ഒക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഇപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ പാറ്റേണുകൾ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ചലഞ്ചിങ് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സസ് ഉള്ളപ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ആ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു റിയാലിറ്റിയിലേക്കാണ് തിരിച്ചു പോകുന്നത്. വീണ്ടും ആ സെയിം ആളുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അവയർനെസ് ലെവല് ആ ഹയർ ലെവലിൽ നിന്നില്ലെങ്കിൽ പഴയതുപോലെ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, പക്ഷേ ആ പുതിയ ന്യൂറൽ വയറിംഗ് നിങ്ങളുടെ ബ്രെയിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ പ്രാക്ടീസ് തുടർന്ന് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പ്രാക്ടീസ് നെവർ എൻഡ്സ്. കാരണം പ്രാക്ടീസ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. വലിയ ലോങ് മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ കുറേ സമയം നിൽക്കുന്ന പ്രാക്ടീസോ ഒന്നും നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. നമ്മളിതിനകത്ത് കുറേ ടെക്നിക്സ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ആവശ്യ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും സ്ഥിരമായിട്ട് നിങ്ങൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സ്ഥിരമായിട്ടുള്ള നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ 16 മിനിറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ മിനിമം വയബിൾ പ്രാക്ടീസസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ്. അപ്പോ നമ്മളിവിടെ ഇതൊരു നമ്മൾ വന്ന സമയത്ത് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് മനസ്സിലായി. അപ്പൊ ഈ 21 ദിവസം കൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില മാറ്റങ്ങളുടെ തുടക്കം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും ഈ മാറ്റം നിലനിർത്തുക എന്ന് പറയുന്നത്, സ്റ്റഡീസ് പറയുന്നത്, നമ്മുടെ ബ്രെയിനിലുള്ള ഒരു മാറ്റം സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ കാര്യം 300 ഇൻസ്റ്റൻസസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 21 ഡേയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. പക്ഷെ ഇതേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഒരു 300 ദിവസം, അതായത് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതേ സെയിം കാര്യം വീണ്ടും വീണ്ടും 300 ഇൻസ്റ്റൻസസ് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ ഒരു നേച്ചറായി മാറുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഒരു ക്യാരക്ടർ ഫോർമേഷനായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മിനിമം വയബിൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ നമുക്കതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മോർണിംഗ് 7 മിനിറ്റ്സ്, 2 മിനിറ്റ്സ് സൊമാറ്റിക് റിലീസ് ബ്രീത്തിങ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച BBH സിങ്ക് എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. 5 മിനിറ്റ്സ് TRI പ്രാക്ടീസ് ചെയ്യാം. അത് ഓർക്കുക, നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ കൈകൾ എത്തുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, നോട്ടിഫിക്കേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രെയിൻ ഓപ്പണായി വരുമ്പം തന്നെ, അതായത് നിങ്ങളുടെ ബ്രെയിൻ ഓപ്പണായി വരുമ്പം തന്നെ ഒരു 1000 ഫയൽ ആയിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആവാനിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ആ ഫയൽസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഫയൽസ് ഓപ്പൺ ആയി വരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ രാവിലെ ജസ്റ്റ് 7 മിനിറ്റ്സ്, അതാണ് നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. അതുപോലെ ഈവനിങ് സെയിം തിങ്, 2 മിനിറ്റ്സ് സൊമാറ്റിക് റിലീസ് ബ്രീത്തിങ് അല്ലെങ്കിൽ BBH സിങ്ക്, 2 മിനിറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ സീൽ. സാറ്റിസ്ഫാക്ഷൻ സീൽ മാൻഡേറ്ററി ആണ്, കാരണം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ വേണം കിടന്നുറങ്ങാൻ. അതൊരു ബ്യൂട്ടിഫുൾ പ്രാക്ടീസ് ആണ്, അത് കണ്ടിന്യൂ ചെയ്യുക. സാറ്റിസ്ഫാക്ഷൻ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, ഒപ്പം തന്നെ നമ്മൾ ആ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു കോഫി കഴിച്ചത് ചിലപ്പം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവാം. നമ്മൾ വലിയ ചൂടത്ത് നമ്മുടെ കാറിലുള്ള ആ ഒരു എയർ കണ്ടീഷൻ്റെ കംഫർട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടാവാം. നല്ലൊരു മ്യൂസിക് കേട്ടതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടാവാം. നമുക്ക് ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ബോഡിക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഹയസ്റ്റ് ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ തൃപ്തിയാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ തൃപ്തികരമായിട്ട് വേണം ഒരു ദിവസം ഉറങ്ങാൻ. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അന്നത്തെ ദിവസം. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു 3, 4, 5 കാര്യങ്ങളിൽ ആ തൃപ്തിയോടെ വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ ബാക്കി നമ്മുടെ ബ്രെയിൻ പണിയെടുത്തോളൂ. പിന്നെ 5 മിനിറ്റ്സ് TRI, ടോട്ടൽ റിയാലിറ്റി ഇമേഷൻ. നമ്മുടെ ഫ്യൂച്ചർ റിയാലിറ്റിയിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ട് ബോഡിയിലേക്ക് ആ ഇമോഷൻ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. റൈറ്റ്. അപ്പം ഞാനതൊന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. ഇനി ഈ TRI ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് സംസാരിക്കാൻ പറ്റും. റൈറ്റ്. പിന്നെ നമ്മൾ അടുത്ത ഒരു എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അടുത്ത ഒരു 1, 2, 3 മാസത്തേക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു മാസം നമ്മളിപ്പോൾ ഒരു പുതിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു അവയർനെസ്സിലായിരിക്കും നമ്മൾ പോകുന്നത്. ചില സമയത്ത് നമ്മൾ പഴയ ആ ഒരു ചിന്താഗതിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയും നമുക്കുണ്ടാവും. നമ്മളിൽ ചില മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയും. അതായത് ചിലപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളുടെ ചില പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇൻട്രാക്ഷനിൽ ചിലപ്പോൾ പഴയതുപോലെ നമുക്കതുമായിട്ട് ചിലപ്പോൾ യോജിക്കാൻ പറ്റിയെന്ന് നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ആ മാറ്റത്തെ തിരിച്ചറിയണം. നമ്മളവിടെ ഒരു കാരണവശാലും ആ പഴയ ആ രീതിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കരുത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഐഡന്റിറ്റി ഷിഫ്റ്റിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആവുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ആ ഒരു സർക്കിള് മാറും, നമ്മുടെ സിറ്റുവേഷൻസ് മാറും. അപ്പോൾ ആ സിറ്റുവേഷൻസിനെ ബോധപൂർവം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അത് നമ്മുടെ ഒരു അവയർനെസ് ആയിരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ അവയർനെസ് കൂടും, നമ്മൾ കുറച്ചുകൂടെ ഒരു എനർജി സെൻസിറ്റീവ് ആവും. കാരണം എനർജി സെൻസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയർനെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആവും. നമ്മൾ ഓരോ ആളുകളുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ എനർജി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ എനർജിയുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു അവയർനെസ്സിന്റെ പാർട്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആളുകൾ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ചുകൂടെ ഇമോഷണലി നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. നമ്മുടെ ഒരു ഇമോഷണൽ IQ കുറച്ചുകൂടെ, ഇമോഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തിരിയുടെ കൂടും. നമുക്ക് മനസ്സിലാവും, ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഈ പറയുന്ന ഇമോഷൻസ് എന്ന് പറയുന്നതും നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നതും ഒന്നും നമ്മളല്ല എന്നും അത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും.
അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ സ്വീകരിക്കുക. നമ്മൾ വേറൊരു ഒരു സർക്കിളിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയേണ്ടി വരും. അപ്പൊ അത് വിട്ട് കളയാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ ഇനി അതുപോലെ ആ, എന്തായിരിക്കും സംഭവിക്കുക ഇതുപോലെ? ഇപ്പൊ നമ്മളിവിടെ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു എനർജി, ഈ ഗ്രൂപ്പിന്റെ ഒരു എനർജി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് രാവിലെ 5:20 അല്ലെങ്കിൽ 6:20 അല്ലെങ്കിൽ ഇന്ത്യൻ ടൈം 7:50 ജോയിൻ ചെയ്യണം എന്നൊരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടായിരുന്നു. ഇനി ആ കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പതുക്കെ ഇല്ലാതാവും. അപ്പൊ നമുക്ക് അലാം എടുക്കുമ്പോൾ വേണമെങ്കിൽ അടിക്കുമ്പോൾ വേണമെങ്കിൽ സ്നൂസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം പതുക്കെ ആ ഒരു ഓൾഡ് പാറ്റേണിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഒരു ഡെയിലി സ്ട്രക്ചർ മാറുന്നുണ്ട്. അപ്പൊ പതുക്കെ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ പുതിയ ഐഡന്റിറ്റിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമ്മളൊരു ഫെയിലിയർ അല്ല, അതൊരു നോർമൽ ന്യൂറോളജിക്കൽ പ്രോസസ്സാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഓൾഡ് പാത്വേ സ്റ്റിൽ നമ്മുടെ ബ്രെയിനിലുണ്ട്. അത് കഴിഞ്ഞ ഒരു 21 ദിവസമായിട്ട് അത് നമുക്ക് തരുന്ന ആ എനർജി കുറച്ച്, അല്ലെങ്കിൽ അതിന്റെ ചാർജ് കുറച്ച് കുറവായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പുതിയ ഒരു പ്രോഗ്രാം എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ചാർജ് കുറവായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പഴയ വഴികളിലൂടെ നമ്മൾ നടക്കാത്തത് കൊണ്ട് അവിടെ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ വഴി പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നമ്മളത് തിരിച്ചറിയുക. പഴയ ആ ഒരു പാത്വേ സ്റ്റില്ലുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകാതെ പുതിയ ആ പാത്വേയിലൂടെ തന്നെ നമ്മൾ നടക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ പോലും ഇടയ്ക്ക് നമ്മൾ പഴയ വഴി പോകാം. പക്ഷെ അത് നമ്മൾ ഫെയിലിയർ ആണ് എന്ന് വിചാരിക്കരുത്. അതൊരു നോർമൽ ന്യൂറോളജിക്കൽ കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കുക, തിരിച്ചു വരിക. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ടെസ്റ്റിംഗ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോ ഞാൻ പറയുന്നത് യു വിൽ ഡീറെയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തു പോകും. നോട്ട് മൈറ്റ്, വിൽ. അതൊരു സാധ്യതയല്ല, ഉറപ്പാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് സെഷൻ എടുക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ ഇതിനകത്ത് ഡീറെയിൽ ചെയ്യും. ഞാനും ഡീറെയിലാകും. അതൊരു ക്യാരക്ടർ ഫ്ലോ ആയിട്ട് നമ്മൾ അതിനെ കാണരുത്. ഞാനിത് മുന്നേ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഡീറെയിലാവുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ ഫ്ലോ ആയിട്ട് കാണരുത്. നമ്മൾ വിചാരിക്കും ഇതിനു മുമ്പ് ഇങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്കത് നിലനിർത്താൻ കഴിഞ്ഞില്ല, അത് ഇത്തവണയും അതേ അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. ഇതൊരു ക്യാരക്ടർ ഫ്ലോ അല്ല. ഇത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റിന്റെ ഒരു കുഴപ്പമാണ് എന്ന്, അതിന്റെ ഒരു എവിഡൻസ് ആണെന്ന് വിചാരിക്കരുത്. ഇത് എല്ലാ ആളുകൾക്കും ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പഴയ പാറ്റേണിൽ നിന്ന് പുതിയ പാറ്റേണിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന, ഏതൊരാൾക്കും സംഭവിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മളുടെ ഈ പാറ്റേണിൽ നിന്ന് ഡീറെയിൽ ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡീറെയിൽ ആയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ എത്ര പെട്ടെന്ന് അതിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്ര പെട്ടെന്ന് അതിലേക്ക് ഈ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതെങ്ങനെയാണെന്ന് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് സ്റ്റേജ് 1 നിങ്ങൾക്ക് സാധാരണ വളരെ പ്രാക്ടിക്കലായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞു, ഒരു വീക്കെൻഡ് എത്തി. അപ്പൊ നിങ്ങളൊന്ന് മിസ് ചെയ്തു. കാരണം രാവിലെ അലാം അടിച്ചപ്പോൾ ഒന്ന് സ്നൂസ് ചെയ്തു, കുറച്ച് ലേറ്റായി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും TRIയും നമ്മുടെ രാവിലത്തെ മിനിമം വയബിൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ നമ്മൾ മിസ്സായി. ഓക്കെ, ഫൈൻ. ഒരു ദിവസം അത് മിസ്സായി എന്ന് വെച്ച് നോർമലി കുഴപ്പമൊന്നുമില്ല, നമുക്കും അറിയാം. നമ്മൾ അതുകൊണ്ട് വിട്ടു. ഇനി ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അന്ന് ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നി രാവിലെ മിസ്സായല്ലോ എന്നൊരു ചെറിയ തോട്ട് വരും. നമ്മൾ ഡീറെയിൽ ആവുകയാണോ? അപ്പം നമ്മുടെ മനസ്സ് ഓൾറെഡി ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ് പലപ്പോഴും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. ഒരു സിറ്റുവേഷന് നമ്മൾ എന്താണ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതാണ് മിക്കവാറും പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പ്രശ്നമല്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അല്ല അതിന്റെ കുഴപ്പം.
അപ്പോൾ നമ്മൾ സ്റ്റോറി ഉണ്ടാക്കും. എനിക്ക് പതുക്കെ എൻ്റെ ഒരു മൊമെൻ്റം പോവുകയാണോ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പഴയതുപോലെ ആവുകയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ അടുത്ത 31 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, അത് പറ്റിയില്ല എന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴപ്പമാവും. കാരണം നമ്മൾ പതുക്കെ ആ ഒരു ഷെയിമിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങും. അതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. പതുക്കെ ഒരു ഷെയിമിന്റെ സ്പൈറലിലേക്ക് പോകും. കാരണം നമ്മൾ ഒരു സ്റ്റോറി അത് ഒരു ദിവസം മിസ്സായി, ആ, അതിനെ അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി. ആ, ഇത് കുഴപ്പമായല്ലോ, ഞാനൊരു അടുത്ത 31 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ഇന്നത്തെ ദിവസം മിസ്സായി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്റ്റോറി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ഈ ഷെയിം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ്. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ചെറിയ ആ, ഒരു അവമതിപ്പ് തോന്നി. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ സംശയിക്കും, നമ്മൾ കുറച്ച് റിഗ്രറ്റ് ചെയ്യും. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ലോവസ്റ്റ് എനർജി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മൾ പതുക്കെ ഒരു അവോയ്ഡൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവോയ്ഡൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ആ, ആ ഒരു ഗ്യാപ്പ് കുറച്ച് വലുതാവും. പിന്നെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റിയാണ് വരുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് അതിനെ അങ്ങ് അബാൻഡൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം തുടങ്ങിയാൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന് നമ്മൾ പതുക്കെ ഈ പറഞ്ഞ കഥകളും ആ, ഈ ഒരു ഷെയിമും ഈ ലോവസ്റ്റ് എനർജി എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ വീണ്ടും പഴയ ആളാക്കി മാറ്റും. അപ്പം നമ്മൾ കൺവിൻസ് ആവും ഇത് നമ്മൾ നമുക്കിത് പറ്റുമോ, അല്ലെങ്കിൽ ഇതാണോ വേണ്ട എന്നുള്ളത്. അപ്പം ഞാനിത് നിങ്ങൾ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പ്രാക്ടിക്കലി ഇത് നിങ്ങൾ സംഭവിക്കും. പക്ഷേ ഈ സംഭവിക്കുന്നത് നിങ്ങളൊരു കുഴപ്പമായിട്ട് കരുതരുത് എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, ഇത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ പ്രശ്നമല്ല, ഇതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ് എന്ന് മാത്രം അതിനെ കാണുക. ഞാൻ ഈ പറയുന്നത് ആ, ഈ ഒരു പ്രാക്ടീസ് മാത്രമല്ല, നമ്മൾ ഏതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും നമ്മളിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഒരു ഹാബിറ്റിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റാതെ നമ്മൾ വീണ്ടും അതിന് പുറത്തു പോകുന്നതിന്റെ കാരണവും അതാണ്. റൈറ്റ്, അപ്പം നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസം പുറത്തു പോയാലും 2 ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിലും 3 ദിവസം ചെയ്തില്ലെങ്കിലും ഒരാഴ്ച ചെയ്തില്ലെങ്കിലും സീറോ റിഗ്രറ്റ്. അവിടെ ഒരു കാരണവശാലും നമ്മൾ റിഗ്രറ്റ് തോന്നരുത്. ഇപ്പോൾ സാധാരണ എന്നോട് ആളുകൾ സംസാരിക്കാൻ പറയാം, സാർ ഞാൻ കഴിഞ്ഞ 1 വർഷം കണ്ടിന്യൂസ് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു, അപ്പോൾ എനിക്ക് എല്ലാം അടിപൊളിയായിട്ട് നടക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്കൊരു പനി വന്നു, പിന്നെ എൻ്റെ മെഡിറ്റേഷൻ എല്ലാം ബ്ലോക്കായി. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അതോടുകൂടി എൻ്റെ എല്ലാം തകർന്നു, എൻ്റെ ആ ഒരു പാറ്റേൺ എല്ലാം പോയി. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്കൊന്നും ഒരു ഒബ്സഷൻ ആവാൻ പാടില്ല. മെഡിറ്റേഷൻ ആണെങ്കിലും നമുക്കൊരു ഒബ്സഷൻ ആവാൻ പാടില്ല. നമ്മുടെ ഈ പാറ്റേൺസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസ് ഒന്നും നമുക്കൊരു ഒബ്സഷൻ ആവാൻ പാടില്ല. ഇപ്പോൾ ചിലർ നമ്മുടെ റിലീജിയസ് ആയിട്ടുമൊക്കെ പല ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഒബ്സഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ നമ്മളെ ലീഡ് ചെയ്യുന്നത് റിഗ്രറ്റിലേക്കാണ്. വൺസ് റിഗ്രറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ വീണ്ടും ആ സ്റ്റോറിയിലേക്ക് നമ്മൾ പോകും. വീണ്ടും നമ്മൾ ഇങ്ങനെയാണല്ലോ എന്നുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് റിഗ്രറ്റ് വേണ്ട, സീറോ റിഗ്രറ്റ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ പ്രാക്ടീസിൽ നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ സീറോ റിഗ്രറ്റ്. നിങ്ങൾ 7 ദിവസം അല്ല 1 മാസം നിങ്ങൾ ഇതിനകത്ത് നിന്ന് പോയാലും സീറോ റിഗ്രറ്റ്, നോ പ്രോബ്ലം. അടുത്തത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിയണോ, ശരിയാണല്ലോ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, എന്നാൽ പിന്നെ തിരിച്ചു വന്നേക്കാം. അപ്പോഴാണ് നിങ്ങൾ 21 ഡേയ്സിൻ്റെ ഒരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു, ഇനിയിപ്പോൾ അത് എല്ലാം പോയി എന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ തിരിച്ചറിഞ്ഞു, ശരിയാണ് ഞാൻ കഴിഞ്ഞ 1 മാസം ഇങ്ങനെ കംപ്ലീറ്റ് വേറൊരു ലോകത്തായിരുന്നു. ഓക്കെ, കം ബാക്ക് ടു ദ MVP. അപ്പം തന്നെ നിങ്ങൾ ഓക്കെ ഇന്ന് രാത്രി തന്നെ MVP തുടങ്ങിയേക്കാം, നോ പ്രോബ്ലം. അപ്പം നമ്മൾ അവിടെ ഒരു കംബാക്ക് സ്റ്റാർട്ട് ചെയ്തു. അഗെയിൻ 7 മിനിറ്റ്സ് മോർണിംഗ്, 9 മിനിറ്റ്സ് ഈവനിങ്, 16 മിനിറ്റ്സ്. പതുക്കെ ഒരു ലൈറ്റ് വെയിറ്റ് റീ എൻട്രി ആണത്. ചെറുതായിട്ട് നമ്മൾ റീ എൻട്രി കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു റീ എൻട്രി ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ സ്മൂത്ത് ആയിട്ട് റീ എൻട്രി ചെയ്യുക. നിങ്ങൾ അതിനെ വലിയ സംഭവമായിട്ട് വേണം ഇനി അടുത്ത വീണ്ടും ഡിക്ലെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത 30 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, ഒറ്റ സ്ട്രീക്കിൽ പോകും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളൊരു ചെറിയ ലൈറ്റ് വെയിറ്റ് റീ എൻട്രി എന്ന് പറയും. പതുക്കെ നമ്മൾ മേ ബി ഒരു മെഡിറ്റേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ആയിട്ടും തുടങ്ങി പതുക്കെ കിടന്നുറങ്ങാൻ തുടങ്ങുക. നമ്മൾ ഏതൊരു പ്രാക്ടീസും റിലാക്സ് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ഫോഴ്സ്ഫുള്ളി അല്ല, നമ്മളതൊരു ഫ്ലോ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളൊരു ഫ്ലൂയിഡിക് ആയിട്ട് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ
നമ്മൾ ഈ ഒരു സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ ഒറ്റ സെഷനിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ റീസെറ്റായി മാറിക്കോളും. അപ്പം നമ്മൾ വീണ്ടും ആ ഒരു ഫ്ലോയിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി, വീണ്ടും പഴയ സ്റ്റോറികൾ വരുവാണെങ്കിൽ ആ സ്റ്റോറിയെ നമ്മൾ മാറ്റുക. അങ്ങനെയല്ല, നമ്മൾ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഇങ്ങനെയാണ്, എനിക്കത് മനസ്സിലായി. അതാണ് ഞാൻ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ എന്ന് മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ അറിയാതെ ഞാൻ ഡീറെയിൽ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. അവിടെയാണ് എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇനി നാലാമത് നമ്മൾ അവിടെ അപ്ലൈ ദ ഇൻവേഴ്സ് പാരനോയിഡ്. നമ്മൾ വിചാരിക്കുക ചില സമയത്ത് നമ്മൾ ഇതിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിൻ്റെ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. നോ വറീസ്, ഞാനിപ്പോൾ ഇതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലൈഫ് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഈ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് അതിന് ഡിസ്കറേജ് ആക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് അല്ല വേണ്ടത്. നമ്മളെക്കുറിച്ച് നല്ല സ്റ്റോറി ഉണ്ടാക്കുക, നമ്മളൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യുക, പരിപാടി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മിസ്സായി, 2 ദിവസം മിസ്സായി, റിഗ്രറ്റ് ചെയ്യേണ്ട, കം ബാക്ക്, കണ്ടിന്യൂ ദ പാറ്റേൺ. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റ സെഷനിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും സമയത്തെ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ ചില ആൾക്കാർ പിന്നെ പറയും, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇനി കണ്ടിന്യൂസ് എന്താണ്, നമ്മളെ തന്നെ ചിലപ്പോൾ ഒരു പീനലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫൈൻ കൊടുക്കും. ഞാൻ ഇത്രയും ദിവസം 7 ദിവസം മിസ്സായി, അതുകൊണ്ട് ഇനി 1 മണിക്കൂർ ഞാനങ്ങ് മെഡിറ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ഹെവി ആയിട്ടുള്ള ലിഫ്റ്റിങ്ങിലേക്ക് പോകും. അങ്ങനെ ഹെവി ലിഫ്റ്റ് ഒന്നും വേണ്ട, പതുക്കെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്തേക്ക് റീ എൻട്രി ചെയ്യുക, പതുക്കെ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം സീറോ റിഗ്രറ്റ്, നിങ്ങൾ ഡീറെയിൽ ചെയ്താൽ സീറോ റിഗ്രറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില റിസൾട്ട്സ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. കാരണം അത് മറ്റുള്ളവർക്കും ഒരു ഹെൽപ്ഫുൾ ആവും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും മെസ്സേജ് വരുന്നത്. അത് ഞാൻ ഇടുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് വരുന്നത് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിനകത്ത് ഇടുമ്പോഴാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന മറ്റുള്ളവർക്കും അത് വളരെയധികം ഇൻസ്പയറിംഗ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിസ്റ്റം ഷെയർ ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവരെയും ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഗ്രൂപ്പിൽ എപ്പോഴും അതും ചെയ്യുക. പിന്നെ നിങ്ങൾക്കും ലൈവായിട്ട് നിൽക്കാം, നമ്മുടെ ഒരു സിസ്റ്റവുമായിട്ട് ലൈവായിട്ട് നിൽക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ഈ 21 ഡേയ്സിൽ നിങ്ങളുടെ ഒരു പഴയ വേർഷനായിട്ട് വന്നത് എങ്കിൽ, നിങ്ങൾ ആ വേർഷൻ അല്ല ഇപ്പം, നിങ്ങൾക്ക് ആ പുതിയൊരു വേർഷനിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഈ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിലെ പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂ തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനി 1-on-1 സെഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനുമായിട്ട്. അപ്പം നിങ്ങളൊരു അവൈലബിൾ ടൈം നമുക്ക് കൺഫേം ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു ഹെവി ലിഫ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് അടുത്ത ഒരു 12 മന്ത്സിലേക്ക് നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ചില ഗോൾസ് അച്ചീവ് ചെയ്യണം, വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇന്നർ സർക്കിൾ ക്ലബിൽ ജോയിൻ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ ട്രാക്കിലായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ വളരെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഊതി വീർപ്പിച്ച് നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലാണ് ഇത് ശരിയാവുള്ളൂ, അങ്ങനെയുള്ളൊരു കാര്യമേ ഇല്ല. ഇത് ഇത്രയും വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകളിൽ നിന്നൊക്കെ ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ ഇങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബിഹേവിയർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പീക്ക് പെർഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നതിൽ നിന്നാണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു ആശയം നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സീറോ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു പോളിസി നിങ്ങൾ വെക്കുക. ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എപ്പോഴും ഓർക്കുക. ഹോപ്പോണോപോണോ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യുക, TRI യൂസ് ചെയ്യുക, ബ്രെയിൻ ബോഡി ഹാർട്ട് ആ സിങ്ക് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മൾ കുറേ ടൂൾസ് നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇതെല്ലാം ഒന്നും എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് തോന്നുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. അപ്പം നമുക്കിനി എന്താണ് നിങ്ങൾ കഴിഞ്ഞ 21 ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് എന്താണ്, മറ്റുള്ളവരോട്, അതായത് ഇതിൽ പങ്കെടുത്ത ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. യെസ്, സമീറ പറയൂ, എന്താണ് സമീറയ്ക്ക് പറയാനുള്ളത്? സമീറയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എന്ത് വിശദമാണ് സമീറയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്? ആദ്യം തന്നെ എനിക്കിതില്
വന്നപ്പോ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അവിടേക്ക് വരും ആവും, നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, ലോ ഓഫ് അട്രാക്ഷൻ അത് വർക്ക് ചെയ്യും, യൂണിവേഴ്സ് അത് കോൺസ്പയർ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു ലോജിക്കൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇതെങ്ങനെ വരും എന്നുള്ള ആദ്യത്തെ ഒരു തോട്ടായിരുന്നു എപ്പോഴും മനസ്സിൽ. അപ്പം പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് നമ്മുടെ ഒരു സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമായിട്ടത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ച് സയന്റിഫിക്കലി അല്ലെങ്കിൽ ലോജിക്കലി എനിക്ക് കൺവിൻസ്ഡ് ആയത്. അങ്ങനെ ഒരു ആ ഒരു കൺവിക്ഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളതില് അത് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ബ്രെയിനിന് ഇതുവരെ അതിന്റെ ഒരു ഇഷ്ടത്തിന് പൊക്കോണ്ട് ഇരുന്ന, അതിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഇതിൽ പൊക്കോണ്ടിരുന്നതിൽ നിന്ന് നമ്മൾ വിചാരിച്ചാൽ അത് മാറും എന്നുള്ള ഒരു ഉറപ്പ് വന്നു. അതാണ് ഏറ്റവും വലിയ ഇൻസൈറ്റ് എനിക്ക് വന്നത്. അതിനുശേഷം വന്ന ഓരോരോ കാര്യങ്ങളും അതിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ ഒരു ബ്രിക്ക് അടിക്കുന്ന പോലെ അടുക്കി വെക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അതില് പിന്നൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഹെൽത്തി സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രൈം അല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. വളരെ ഗ്രേസ്ഫുള്ളി എനിക്കിപ്പം നോ പറയാൻ പറ്റുന്നുണ്ട്, ഒരാളെ ഹേർട്ട് ചെയ്യാതെ, എക്സ്പ്ലെയിൻ ചെയ്യാതെ. അത് ഇന്നതുകൊണ്ടല്ല കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ആയതുകൊണ്ടല്ല, മറ്റേ രീതിയിലായിരുന്നുവെങ്കിൽ ആണ് എന്നൊന്നും പറയാതെ തന്നെ നോ പറയാൻ പറ്റുന്നു എന്നുള്ളത് വളരെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം കഴിഞ്ഞ 21 ദിവസം ഞാൻ നോക്കുമ്പോൾ. പിന്നെ ഹോപ്പണബോണോ പ്രാക്ടീസ് എനിക്ക് നമ്മുടെ ഇമോഷൻസിന്റെ 100% റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ് എന്നുള്ള ഒരു ഇത് വന്നു. ഇന്ന കാരണം അവരെന്നാലും അങ്ങനെ പറഞ്ഞത് കൊണ്ടും ഞാൻ വിഷമിക്കുന്നു, അങ്ങനെയല്ല, അവരെന്ത് പറഞ്ഞാലും വിഷമിക്കണോ വേണ്ടേ എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. റെസ്പോൺസിബിലിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിച്ചാൽ ഇറ്റ്സ് ഗുഡ്, അതർവൈസ് സംതിങ് ബെറ്റർ ഇസ് കമ്മിങ് ഓൺ മൈ വേ എന്നുള്ള ഒരു സാധനം എടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും പെട്ടെന്ന് ഡെസ്പായി പോവാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ ബ്രെയിൻ ആണ് ഒരു തോട്ട് പോപ്പപ്പ് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ ഹാർട്ട് അതിനൊരു സപ്പോർട്ട് ചെയ്ത് അതൊരു എലിവേറ്റഡ് ഇമോഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ബോഡി അതിനു വേണ്ടി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ പലപ്പോഴും ഞാൻ കൺസിസ്റ്റന്റ് അല്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ പറയുന്നത്. ഈ പറയുന്ന പോലെ ഞാൻ എന്ത് തുടങ്ങിയാലും ഇതിങ്ങനെ ഞാൻ ഇനിഷ്യൽ ഒരു സാധനം വരും പിന്നെ വിട്ടുപോകും. പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ ഒരു എലിവേറ്റഡ് ഇമോഷൻ എനിക്ക് നിലനിർത്താൻ പറ്റാത്തതാണ്. അത് പറ്റാത്തത് എന്റെ ബോഡിയും കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ ബോഡി ഹാർട്ട് മെഡിറ്റേഷനിൽ ആ ഒരു എക്സ്പീരിയൻസ് ബോഡിക്ക് കൊടുക്കാനും, പിന്നെ TRI പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് ഫ്യൂച്ചർ ഐഡന്റിറ്റി അത് അവിടെ എത്തിയിട്ട് അങ്ങനെ ആകുമ്പോൾ സന്തോഷിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇരുന്ന കുറച്ച് ഇമോഷൻസ് നമുക്ക് ഇപ്പൊ തന്നെ TRI പ്രാക്ടീസിലൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ആ ഒരു എന്റെ ബോഡിയിലും ആ 3 ഇതിലും എനിക്കത് എന്താ പറയാ അലൈൻഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയൊക്കെയാണ് എനിക്ക് ദിവസമൊക്കെ നോട്ട് ചെയ്ത് വെച്ചതിൽ. പിന്നെ അതിലും അതിപ്പോ ഞാൻ നോട്ട് ചെയ്തപ്പോഴും ഓർത്തെ ഒരു കാര്യം ഞാൻ ആരോടും ചോദിക്കില്ലായിരുന്നു. ഞാൻ ആരോടും ചോദിക്കില്ലായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ അന്നും സാറിനോട് പറഞ്ഞു, ആരെങ്കിലും ഒരു കാര്യം എന്നോടല്ല വേറൊരാളോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഇവരിപ്പോ എന്തിനാ ഇത് ചോദിച്ചത്, മറ്റേ ആൾക്ക് അത് വിഷമോ ബുദ്ധിമുട്ടാവില്ലേ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ മാറി. നമ്മള് മറ്റൊരാളുടെ നോ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഒരാൾ എന്നോടൊരു കാര്യം ചോദിച്ചാലും വേറൊരാളോടൊരു കാര്യം ചോദിച്ചാലും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നോ പറയാനുള്ള ഒരു സ്പേസ് ഇട്ടുകൊണ്ട് തന്നെ അത് നമുക്ക് ചോദിക്കാം, അത് ചോദിക്കേണ്ടതാണ്. കിട്ടുക ആ ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസിൽ നിന്നിട്ട് അത് ചോദിക്കാം എന്നൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഏറ്റവും കൂടുതലായിട്ട് ഫ്യൂച്ചറിൽ എപ്പോഴോ എക്സ്പീരിയൻസ് ചെയ്ത് നിൽക്കാൻ വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങള് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മാജിക് അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റിയലൈസേഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. പഴയ തോട്ട് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ എനിക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് കേട്ടാ, പ്രോഗ്രാമിംഗ് അവിടെ കിടന്ന് കളിക്കുകയാണ്,
എന്നുള്ള ഒരു സാധനം. ബേസിക് ആയിട്ട് ഇത്രയൊക്കെ തന്നെയാണ്. യെസ് യെസ്. അബ്ദുൾ സനാസ്. ഹായ് സർ. യെസ്, പറയൂ. ഞാൻ ഈ മാഡം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു തുടങ്ങാം. ഞാൻ ഈ മാനിഫെസ്റ്റേഷനുള്ള മാജിക് പഠിക്കാൻ വേണ്ടിയൊക്കെ വന്നത് സത്യത്തില്. എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണോ, അതൊന്നും പഠിച്ച് സെറ്റ് ആവണോ എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ ഒരു ഐഡന്റിറ്റിയും അതേപോലെ നമുക്കുണ്ടാവുന്ന ശരീരത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജുകളാണ് പലപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമേ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂ. പിന്നെ എന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു ആഗ്രഹം വരുന്നവരോ ഇതെന്ത് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. അത് മാറാത്തത് കൊണ്ടാണ് എനിക്ക് അവിടെ എത്താൻ പറ്റാത്തത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കിയത്. പിന്നെ അതേപോലെ നോ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അവരോട് നോ പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെങ്കിൽ എങ്ങനെയാ പറയുക, അവരെന്ത് ചിന്തിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് അന്നേരം ഓടി വരിക. അപ്പോൾ നമ്മളൊരു ആയിക്കോട്ടെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ ചെയ്തുതരാം എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ അത് മാറി. പിന്നെ അതേപോലെ ഈ മെഡിറ്റേഷൻ ഞാൻ ചെയ്യാത്ത ഒരു സാധനമാണ്, പുതുതായിട്ട് ചെയ്തു തുടങ്ങിയാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനു ശേഷമാണ് മെഡിറ്റേഷന് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ കുറേയൊക്കെ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ ഓവർ തിങ്കിങ് ഒക്കെ മാറി ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളധികം പിന്നെ ചിന്തിക്കുന്നില്ല. ഏറ്റവും നമ്മൾ ഇന്നത്തെ ഓരോ ദിവസത്തെയും അതിങ്ങനല്ല ഞാൻ ചെയ്യേണ്ടത്, അതിങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരുന്നു, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമ്മളെ തന്നെയാണ് വരിക. പക്ഷെ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 100% ഒരു പുതിയ ഐഡന്റിറ്റിയിലേക്ക് മാറാൻ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ മാറുമെന്ന് പറയും, പക്ഷെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നാണ് പേഴ്സണലി. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താണ് മാറ്റം, ഫ്യൂച്ചറിലേക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറിലേക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയിരുന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് പരമായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ കുറച്ച് ലീഗൽ തിങ്സ് റെഡിയാക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ കുറച്ച് ലൈസൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് മറന്നു. നെക്സ്റ്റ് വെനസ്ഡേ 5 o'clock, ഐ മീൻ സോറി 5th of August. അപ്പം നമ്മൾ ഈ സെഷൻ കഴിഞ്ഞിട്ട് 8 ദിവസം കഴിയും. അപ്പം നമ്മൾ ഒരു ഫോളോ അപ്പ് സെഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഇതിലേക്ക് ട്രാക്കിലേക്ക് ഒന്ന് ആക്കാൻ വേണ്ടി. കാരണം ഒരാഴ്ച നിങ്ങൾ ഒരു സ്ട്രക്ചർ ഇല്ലാതെ പോകുമല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വെനസ്ഡേ മോർണിംഗ് സെയിം ടൈം ഒന്നുകൂടെ ഒന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫോളോ അപ്പ് സെഷനാണ്. കാരണം എന്താണ് നിങ്ങൾക്ക് ആ ഒരാഴ്ചക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചതാണ്. ഓക്കെ, അതിനിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ 1-on-1 സെഷൻ എടുക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അബ്ദുൾ സനാസ്, താങ്ക് യു. യാ സ്മിത, പറയൂ. ഹായ് മിസ്റ്റർ മനു, ഗുഡ് മോർണിംഗ്. ഞാൻ വി ആർ ദ ക്യാപ്റ്റൻ ഓഫ് അവർ ലൈഫ് എന്നൊരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും കുറച്ചെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ട്, ഈസ് ഇറ്റ് പോസിബിൾ എന്നുള്ളത്, ഇതൊരു കറക്റ്റ് ആണോ എന്നുള്ളത്. പക്ഷെ മിസ്റ്റർ മനുവിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ടൂൾസും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്നും അതിൻ്റെ റിസൾട്ട് എന്താണെന്നും പറഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് ആ ഡൗട്ടില്ല. ഇപ്പം ഐ ആം ബിലീവിങ് ദാറ്റ് ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. Now, everyone can change their own life if we are determined. അത് ഇപ്പം മിസ്റ്റർ മനു പറഞ്ഞ പോലെ നോട്ട് ഫോഴ്സ്ഫുള്ളി, ഡെലിബറേറ്റ്ലി, ബട്ട് ഇൻ എ സ്മൂത്ത് വേ. വി ഷുഡ് ആക്സെപ്റ്റ് എവറിത്തിങ്.
ആൻഡ് ഇപ്പൊ കുറെ ഒരുപാട് ടൂൾസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ആ ഒരു സിനാരിയോയിൽ ഏതാണോ നമുക്ക് സൂട്ടബിൾ ആവുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാം. വി ഷുഡ് അപ്ലൈ ദാറ്റ് ഇന്റൻഷനലി ആൻഡ് ഡെലിബറേറ്റ്ലി. മുന്നേ ഒക്കെ ഓട്ടോ പൈലറ്റിൽ പോകുന്ന ഒരാളെ തന്നെയായിരുന്നു ഞാനും. എല്ലാവരും അതുപോലെ തന്നെയാണ്. പക്ഷെ ഒരു വൺ ടൈം വെൻ വി റിയലൈസ് ദാറ്റ് we can, then we should put some effort on that, and we should deliberately push ourselves towards our goal, towards our better lifestyle, whatever we are thinking, and we should put some kind of effort deliberately. Then practice all these tools, it will happen definitely. So I am already on my way, and I will dedicate mostly or my maximum best efforts I will put on that. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. മിസ്സസ് സമീറ പറഞ്ഞതുപോലെ ഹെൽത്തി സെൽഫിഷ്നെസ്, ഇൻവേഴ്സ് പാരനോയിഡ്, ഈ രണ്ട് ടൂൾസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ടൂൾസ് ആണ്. ഞാൻ അപ്ലൈ ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ അപ്ലൈ ദാറ്റ്. ഇഫ് എനി ഓപ്പർച്യൂണിറ്റി കെയിം ടു മീ, ഐ വിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ദാറ്റ്. ദാറ്റ് ഈസ് മൈ സ്റ്റേറ്റ് നൗ. ആൻഡ് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, മിസ്റ്റർ മനുവിൻ്റെ പ്രസൻറ്റേഷൻ, വേ ഓഫ് പ്രസൻറ്റേഷൻ ആണ്. ഞാൻ 2024 തോന്നുന്നു മിസ്റ്റർ മനുവിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ ഇരുന്നിട്ട് പറയുന്നു, ഒരാളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് പറയുന്നു ന്യൂറോൺസ് ഫയർ ചെയ്യുന്നതും ഒരു വലിയൊരു കാര്യം, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു പ്ലാറ്റ്ഫോമിൽ എത്രയോ ആൾക്കാർ ഇതുപോലെ മോട്ടിവേഷൻസ് ക്ലാസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അട്രാക്റ്റിംഗ് ഒരു ഫാക്റ്റായി തോന്നിയത്, ഒരു വലിയൊരു കാര്യം വളരെ സിമ്പിളായിട്ട് അതേസമയം സ്വീറ്റ് ആൻഡ് ഷാർപ്പായിട്ട് വേറൊരാളുടെ മനസ്സിലേക്ക് എത്തിക്കാമെങ്കിൽ, ഇതെൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതിനെ പലപ്പോഴും ഞാൻ ചിന്തിച്ചത് വേണ്ടോ. പിന്നെ ആ ഒരു പ്രസന്റേഷൻ സ്കില്ലാണ് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആ ഒരു ടാബ്ലറ്റ്സ് ഇങ്ങനെ കവറിലാക്കി ഞങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് റിയലി. ആൻഡ് one session, I think if you are free, 31st July is okay for you? Yeah. Friday. Friday അല്ലേ? ഓക്കെ, യാ, Yeah. എനിക്കൊരു മെസ്സേജ് ഇട്ടോളൂ. Okay. I will fix that. Thank you so much. താങ്ക് യു. എന്തായാലും സ്മിത പറഞ്ഞ എൻ്റെ പ്രസന്റേഷനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടെ സ്വീകരിക്കുന്നു. വളരെ സന്തോഷം. അതെന്നെ കൂടുതൽ ഇൻസ്പയർ ആക്കുന്നു, കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നു. വളരെ സന്തോഷം. Thank you so much for that. Thanks. യെസ്, അശ്വതി. Sir. ക്യാമറ എവിടെ? മുഖം കാണട്ടെ. ഈ 21 days ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും ക്യാമറയുടെ പിന്നിലാണ്. ഇല്ലില്ല, ഐ തിങ്ക് ഞാൻ ഹലോ ഐ തിങ്ക് ഇന്നെങ്കിലും ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ എന്നോടും ക്ലാസ്സിനോടും ചെയ്യുന്ന ഒരു വലിയ തെറ്റായിട്ട് തോന്നി. സോ ഐ വാസ് പ്രിപ്പയർഡ് സാർ പറയുന്നതിന് മുമ്പ്. അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി താങ്ക്ഫുൾ ദാറ്റ് എനിക്ക് ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ, ഒരു നല്ല എനർജറ്റിക് ആയ ഒരു ടീമിൻ്റെ കൂടെ 21 days പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു അതിലൊരു വലിയ താങ്ക് യു ആണ്. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. ഞാൻ ഈ ക്ലാസ്സിൽ മുഴുവൻ സാറിനോടൊപ്പം ഞാൻ ഓരോ മെമ്പേഴ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് ചിന്തിക്കുന്ന മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഒരു 21 days ജേർണി പറയുകയാണെങ്കിൽ, ആക്ച്വലി ഈ 21 days എനിക്ക് ഒരു ഭയങ്കര റിയലൈസേഷൻ മീൻസ് ഞാൻ എൻ്റെ കഴിഞ്ഞ ജീവിത വർഷങ്ങളിലെല്ലാം എന്നോട് തന്നെ ചോദിച്ചിരുന്ന കുറേ ചോദ്യങ്ങളുടെ, എനിക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുടെ ഉത്തരമാണ് സാറിൻ്റെ 21 days ക്ലാസ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ ഓപ്റ്റ് ചെയ്ത ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി പറയുകയാണെങ്കിൽ, ഐ തിങ്ക് ഞാനൊരു 3 phase ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതിൽ ഫസ്റ്റ് ഫേസ് എനിക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ഫേസ്. സെക്കൻഡ്, അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ എന്തോ ആണെന്ന് കരുതി കുറേ കാര്യങ്ങൾ ചെയ്തത് സർ. തേർഡ് ഫേസ് സാറിൻ്റെ 21 days ക്ലാസ്. അപ്പോൾ ഈ 3 phaseലും ഞാൻ പലപ്പോഴും എൻ്റെ ഈ ഒരു സാറിൻ്റെ ക്ലാസ് തുടങ്ങിയ ഫസ്റ്റ് 2 days ഞാൻ എൻ്റെ ഫസ്റ്റ് ഫേസിനെയും സെക്കൻഡ് ഫേസിനെയും പലപ്പോഴും ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെയുള്ളൊരു ആൻസർ ആയിരുന്നു സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് പറയുകയാണെങ്കിൽ 2018 വരെ ഞാനൊരു അൾട്രാ പ്രോ നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ് പേഴ്സണാലിറ്റി ഇൻ എ സെൻസ് തീരെയും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത, എന്ത് പറഞ്ഞാലും സെൽഫായിട്ട് ബ്ലെയിം ചെയ്യുന്ന, പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള
മറ്റുള്ളവരെ സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ വലിയ എയിമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ലക്ഷറീസ് ആൻഡ് നല്ല കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സംഭവിക്കുള്ളൂ, എന്നെപ്പോലുള്ളവർ എപ്പോഴും സഫർ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കരിയർ ലൈഫ് എല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ഫേസ് 2 എത്തുമ്പോഴും ഞാൻ പലപ്പോഴും ആ ടൈം പീരീഡിനെ ഭയങ്കര ബ്ലെയിം ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്, എനിക്ക് നല്ല ഡിസിഷൻ എടുക്കാമായിരുന്നില്ലേ, പലരും പറയാറുണ്ട് ഞാൻ നല്ല അങ്ങനെയൊക്കെ ബ്ലെയിം ചെയ്യും. പക്ഷെ സാറിൻ്റെ സെക്കൻഡ് ഡേ ക്ലാസ്സിൽ സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നെഗറ്റീവ് ആയ ആൾക്കാർ അത് അവരുടെ തെറ്റല്ല, ബിക്കോസ് അവരുടെ ബ്രെയിൻ നെഗറ്റീവ് എക്സ്പീരിയൻസിൽ വന്നതുകൊണ്ട് ബ്രെയിൻ റീവെയർ ചെയ്യുകയും തിരിച്ച് നമുക്ക് നെഗറ്റീവായ കാര്യങ്ങളാണ് പ്ലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നതെന്നുള്ള സാറിൻ്റെ ആ പോയിന്റിൽ വെച്ച് ഞാൻ എന്നെ തന്നെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റി എന്നുള്ളതാണ് എനിക്ക് ക്ലാസ്സിൽ ഏറ്റവും വലിയ ഒരു എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. അവിടെ നിന്നാണ് പിന്നീടുള്ള എൻ്റെ എല്ലാ ചേഞ്ചസിനും തുടക്കം. ഒരു പക്ഷേ എനിക്കത് മനസ്സിലായില്ലെങ്കിൽ ഇന്നും ഈ ക്ലാസ് കഴിഞ്ഞിട്ടും ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തേനെ. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങളല്ല, ഞാനല്ല, എനിക്ക് ചുറ്റുപാടും ഉണ്ടായിരുന്നതും ആ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള അതുമാണ്, ആ റീവെയറിങ് ആയിരുന്നു പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയെടുത്ത് ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ആൻഡ് സെക്കൻഡ് ഫേസിലോട്ട് കിടക്കുന്നത്, ഞാൻ എല്ലാവർക്കും കിട്ടിയതുപോലെ സീക്രട്ട് എന്ന ബുക്ക് ഒരു 2016 മറ്റോ എൻ്റെ സിസ്റ്റർ എനിക്ക് തരുന്നുണ്ട്, ബിക്കോസ് ഞാനൊരു റീഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ തുറന്നുപോലെ ആ ബുക്ക് നോക്കിയിട്ടില്ല 2023 വരെ. അതും എനിക്കിപ്പോൾ കാരണം അറിയാം, ബിക്കോസ് എൻ്റെ പേഴ്സണാലിറ്റി നെഗറ്റീവ് ആയിരുന്നു. ഈ ബുക്ക് കണ്ടാൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ തുറന്നിട്ടുണ്ട് പക്ഷെ വായിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 എനിക്കൊരു ഹാപ്പിയായ കാര്യം കരിയറിൽ സംഭവിച്ചു. അപ്പം ഞാൻ വളരെ ഹാപ്പിയായി, കുറച്ച് ഒരു പ്രമോഷൻ കിട്ടി. സോ ഞാൻ അത് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞപ്പം അൾട്ടിമേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കാരണങ്ങളല്ലാതെ എനിക്കത് നഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സാഡായി. അപ്പം ഞാൻ അങ്ങനെ എനിക്കിത് ആരോട് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, കരിയർ അല്ലേ, അടുത്തത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോട്. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ബുക്ക് കാണുന്നത്. ആ ബുക്ക് ഞാൻ അന്നെടുത്ത് വായിക്കുകയും ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ മലയാളം വെർഷൻ എൻ്റെ ഇരിക്കുന്നത്, ഈ വേർഡ് എനിക്ക് അറിയില്ല മാനിഫെസ്റ്റേഷൻ ഒന്നും. ഞാൻ വെറുതെ ആ ബുക്ക് വായിക്കും, അതിൽ വിഷ്വലൈസേഷൻ എന്ന് അതാണ് അപ്ലൈ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് വായിച്ചു എഴുതിയെടുത്തു, അത് അപ്ലൈ ചെയ്തു കേട്ടോ. പിന്നെ ഞാനത് മറക്കുകയും ചെയ്തു. വിത്തിൻ എ വീക്ക് ഞങ്ങളുടെ CEO തിരിച്ചു വന്ന് പുള്ളി എനിക്ക് അതിൽ അഡ്വാൻസ്ഡ് ആയ ഒരു പോസ്റ്റുമായിട്ടാണ് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ബുക്ക് ആ ടേബിളിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതാണല്ലോ വായിച്ചിട്ട് അങ്ങനെ ആയെന്ന് കരുതി. സോ അന്ന് മുതൽ സീക്രട്ട് ബുക്ക് എൻ്റെ ഒരു ഹോളി ബുക്ക് പോലെ ഞാൻ കരുതി. ഞാൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കും, എവിടെയെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ തുറക്കും, അത് അപ്ലൈ ചെയ്യും. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണുമ്പോഴാണ് ഈ വേർഡ് മാനിഫെസ്റ്റേഷൻ ആണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് റിലേറ്റഡ് ആയ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറേ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോസ് കാണാനുള്ളൊരു ഇതില്ല, കുറച്ച് കാണുമ്പോൾ ഞാൻ മടുക്കും. സോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ വളരെ കാമായ അറ്റ്മോസ്ഫിയർ കേട്ടോ, ഈ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എസ്തെറ്റിക് അറ്റ്മോസ്ഫിയറിൽ വന്നൊരു മനുഷ്യൻ വളരെ കാമായിട്ടിരുന്ന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ ആ സൗണ്ടിനകത്തുള്ള ഒരു സാറിൻ്റെ സൗണ്ടിന് ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അത് സൗണ്ട് കേട്ടിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയുന്ന സിമ്പിളായ കാര്യമല്ല, വലിയ കാര്യങ്ങൾ, അതായത് മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ് പറയുന്ന പലരും അവർ അതിനെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഹൈപ്പിട്ട് പറയുന്ന സ്ഥലത്ത് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒരാൾ വളരെ ഇങ്ങനെ സിമ്പിളായിട്ടിരുന്ന് പറയുകയാണ്. ഞാൻ അറിയാതെ തന്നെ ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ വീഡിയോ ഫുൾ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഞാൻ വിചാരിച്ച ഹിറ്റ് ചെയ്യുന്ന കാര്യമെന്ന്. കാരണം ബാക്കിയുള്ള ക്ലാസ്സിൽ അത് ആരുടെയും മിസ്റ്റേക്ക് അല്ല, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ പാറ്റേൺ ആയിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിക്കുന്നു, അപ്പോൾ സിസ്റ്ററോട് ഞാൻ ഇത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഏതോ ഒരു മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. കാരണം എനിക്ക് പത്രത്തിൽ സാറിൻ്റെ കേട്ടപ്പോൾ ഇപ്പം ഞാൻ മാറുന്നൊരു ഇതായല്ലോ. അങ്ങനെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആ ക്ലാസ്സിലൊരു 1000 പീപ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ ചാടി അതിൽ കയറി. ഇതുപോലൊരു ക്ലാസ്സാണ്, 5 ഈവനിങ് ടൈമാണ്, 5 o'clock സംതിങ്. സോ 2 days കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റില്ല. കാരണം എപ്പോഴും ചിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, മൈൻഡ് കൺട്രോൾ ചെയ്യുക, അതൊന്നും എനിക്ക് പറ്റില്ല. സോ ഞാൻ അതിന് ചാടി പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക് സാറിൻ്റെ റെക്കോർഡ് ക്ലാസ് എടുത്തു തന്നു. റെക്കോർഡ് ക്ലാസ് ഞാൻ വളരെ കൃത്യമായി കേട്ടു. അപ്പോൾ അവിടെ ഞാൻ ചെയ്തൊരു തെറ്റുണ്ട്. റെക്കോർഡ് ക്ലാസ് ഞാൻ സാറിൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടിട്ട് ഞാൻ ഒരു 10 ദിവസം കഴിയും, കാരണം സമയമില്ലെന്നുള്ളതാണല്ലോ എൻ്റെ എപ്പോഴത്തെയും കംപ്ലൈൻറ്റ്. 10 ദിവസം കഴിയും വീണ്ടും സാറിൻ്റെ സെക്കൻഡ് വീഡിയോ എടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല, ഞാൻ വീണ്ടും ഫസ്റ്റ് വീഡിയോ പോകും. സാറിൻ്റെ ആദ്യത്തെ 2 വീഡിയോകൾ എനിക്ക് കാണാപ്പാടാണ്, പക്ഷേ തേർഡ് വീഡിയോയിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാലും ഞാൻ കുറേയൊക്കെ മാറാൻ ശ്രമിച്ചു എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ആക്സിഡൻ്റലി സാറിൻ്റെ ക്ലാസ് കേൾക്കുകയും ഞാൻ തേർഡ് ഫേസിലേക്ക് കടക്കുകയും ചെയ്തു. ഈ തേർഡ് ഫേസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എന്തൊക്കെയോ ടെക്നിക്സ് അറിയാമായിരുന്നു എങ്കിലും എൻ്റെ ലൈഫിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എനിക്ക് സീക്രട്ട് അറിയാം, ഞാൻ ആരുടെയൊക്കെയോ വീഡിയോസ് കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ ചേഞ്ചസ് എനിക്ക് വരുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി മൈ ലൈഫ് വാസ് നോട്ട് ചേഞ്ച്ഡ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഐഡന്റിറ്റി മാറിയിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഒരു ക്ലാസ്സിലും ഒരാളും
നമ്മുടെ ഐഡന്റിറ്റിയാണ് മാറ്റേണ്ടെന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അവിടുന്ന് ഞാൻ വീണ്ടും അത് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. സാറ് പറഞ്ഞ കണക്ക് ഞാൻ കുറെ കൂടെ സ്റ്റുഡിയസ് ആയി. ഞാനൊരു കേസ് സ്റ്റഡി പോലെ ഇതിനെ എടുത്തു. ഞാൻ രണ്ടുപേരെ കമ്പയർ ചെയ്തു. എന്നെ തന്നെ ഒരാളെ കേസ് സ്റ്റഡി ആക്കി, വേറൊരാളെ കമ്പയർ ചെയ്തു. സോ ഞാൻ അതെല്ലാം സാറ് പറഞ്ഞത് ഹെൽത്തി സെൽഫിഷ്നെസ് എന്ന വാക്കിന് ഇത്രയും മനോഹരമായിട്ട് വർണ്ണിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും സാറിന്റെ ക്ലാസ്സിലൂടെ അല്ലാതെ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പിന്നെ അവിടുന്ന് സാറ് പറഞ്ഞ എല്ലാ ടെക്നിക്സും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ സാറ് പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സും എനിക്ക് വലിയൊരു എനിക്ക് അതിനകത്തുള്ള റിയലൈസേഷൻ ആണ്. കാരണം എനിക്ക് പറ്റാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഈവൻ മെനഞ്ഞാന്ന് 2 ദിവസത്തിന് മുന്നേ ഞാൻ ഭയങ്കര ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു കൺകെട്ട് വിദ്യയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്താലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തണം എങ്കിൽ മാത്രമേ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കുറെ കൂടെ മൈൻഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു എനിക്ക്. ഇത് എല്ലാ സാധാരണക്കാർക്കും ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഈ ക്ലാസ് എനിക്കൊരു റിയലൈസേഷൻ ആണ്. ഞാൻ എന്തായിരുന്നു, എന്താണ്, എന്താകും എന്നും അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു. ഞാൻ എന്തായിരുന്നു എന്നതിനൊരു റീസൺ ഉണ്ട്, ഞാൻ എന്താണ് എന്നതിനൊരു റീസൺ ഉണ്ട്. എനിക്ക് പർട്ടിക്കുലർലി പോകേണ്ട ഒരു പാത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ട്. അവിടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. യെസ്, വിപിൻ. താങ്ക് യു അശ്വതി. അശ്വതി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതേക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ആ ഒരു ട്രാജക്ടറി, ആ ഒരു ജേർണി എനിക്ക് വളരെ നന്നായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ശരിക്കും എനിക്കതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടത്തുണ്ട്. അതായത് ഞാൻ പറഞ്ഞ അശ്വതി വളരെ സ്റ്റുഡിയസ് ആണ്. കാരണം അശ്വതി ഈ പറയുന്ന കാര്യം റീഫ്രൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അശ്വതി എത്രത്തോളം ഡീപ്പായിട്ട് അതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ലേണിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പം ഇതാണ് നമ്മുടെ ഒരു വിസ്റ്റത്തിലൂടെയാണ് ശരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു വിസ്റ്റം വരുന്നത്. ആ വിസ്റ്റമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനെ മാറ്റുന്നത്. അപ്പം എന്തായാലും അത് അശ്വതി വളരെ നന്നായിട്ടത് മനസ്സിലാക്കി. എനിക്ക് വളരെ സന്തോഷം. നമ്മൾ ഈ ഒരാളുടെ ട്രാൻസ്ഫർമേഷൻ കാണുമ്പോൾ, അതിലേക്കുള്ളൊരു യാത്ര കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അശ്വതി ഇത് തന്നെ പ്രാക്ടീസ് മുന്നോട്ട് പോവുക. കീപ്പ് ഇൻ ടച്ച്. അശ്വതിയുടെ ഒരു അപ്ഡേറ്റ്സ് അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഓരോ മെസ്സേജസ് ഒക്കെ ഇടുക. മറ്റുള്ളവർക്ക് വളരെയധികം പ്രചോദനം തരുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ. യെസ് യെസ് ബിപിൻ. യെസ്, കേൾക്കാം മോനെ? യെസ്, കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. ഈ 21 days മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടിയിരുന്ന ജോലി, വേണ്ടിയിരുന്ന വണ്ടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിലുള്ള ജോലിയും ലൈഫ് സ്റ്റൈലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നതാണ്. അത് ഈ മാനിഫെസ്റ്റേഷൻ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതുണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും ചെയ്തിരുന്ന ഒരാളല്ല. അങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം എപ്പോഴോ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ചില അൺപ്ലസന്റ് ഇവന്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടായതിനു ശേഷം പിന്നെ ഫുള്ളി ഈ പറഞ്ഞത് പോണൊക്കെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോയി. പിന്നെ ബേസിക്കലി ഞാനൊരു ഇമോഷൻസ് അധികം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. അതങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര പാടാണ് ഒരു ഇമോഷൻസ് എനിക്ക് ഉള്ളിൽ ഇങ്ങനെ. ഇപ്പം നമ്മളിപ്പോ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇമോഷൻസ് കൊണ്ടുവരണം, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇമോഷൻസ് കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവത്തില്ലായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പല വീഡിയോസും ഈ പറഞ്ഞ പോണക്ക് സീക്രട്ടും പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയുള്ള പല ബുക്കുകളും വായിച്ചിട്ടത് ആപ്ലിക്കബിൾ ആക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം അത് ഫെയിലിയർ ആയി. പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോയിട്ടേ ഉള്ളായിരുന്നു ഞാൻ ലൈഫിൽ സോഫർ. അങ്ങനെ എനിക്ക് ആക്ച്വലി ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് മനുവിന്റെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. അങ്ങനെ അന്ന് ഞാനൊരു പാക്കേജ് എന്തോ ഒരു 21 days ഒരു വീഡിയോ പാക്കേജ് എടുക്കാൻ ഞാൻ എടുക്കുകയും ചെയ്തിരുന്നു. എടുത്തത് ഞാനൊരു 16 days വരെയൊക്കെ അത് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം അത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ വീണ്ടും ബാക്ക് ടു ലൈഫിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ സെയിം ഈ പറഞ്ഞ കണക്ക് പല പല റുട്ടീൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പഴയ പാറ്റേണിലേക്ക് ഇങ്ങനെ പോകുന്നു. ആ ഒരു രീതിയിലേക്ക് വന്നു. അപ്പോഴാണ് വീണ്ടും
ഇങ്ങനെ ഈ ഒരു കോഴ്സിന്റെ ഒക്കെ എനിക്ക് വാട്സാപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും, അപ്പൊ ഞാൻ വെറുതെ അതിനൊരു ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്ത് പിന്നെ ഇത് വളരെ പെട്ടെന്നായിരുന്നു ഞാനത് ജോയിൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇത് ക്ലാസ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം രാത്രിയിലോ അങ്ങനെ എങ്ങാണ്ടാണ് ഞാൻ ഡിസിഷൻ എടുത്തിട്ട് ഞാൻ ഇത് കയറുന്നത് തന്നെ. അപ്പൊ ഞാൻ നല്ല തിരക്കുമായിരുന്നു ആ സമയത്ത്. ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ഞാൻ ഇതേ പോണക്ക് ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നതൊക്കെ. ഇപ്പൊ ഈ 21 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത്, അതായത് നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളുടെ മനസ്സിലും ശരീരത്തിലും ആ ഒരു ഇമോഷൻസും ബോഡി ആക്ഷൻസും ലാംഗ്വേജസും എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ ഒരു ലൈഫിലേക്ക് നമുക്ക് നല്ല രീതിയിൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു ഇതെനിക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഒരിക്കലും ആളുകളോട് എനിക്ക് ഒരു കാര്യങ്ങളും ഞാൻ ചോദിക്കാൻ വളരെ മടിക്കുന്ന ഒരാളാണ്. എത്ര പേഴ്സണലായിട്ട് റിലേഷനുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ അടുത്ത് എനിക്ക് ഇന്നൊരു സാധനം വേണം അല്ലെങ്കിൽ ഇങ്ങനൊരു എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ അവരോട് ചോദിക്കത്തില്ല. അപ്പം ഇപ്പൊ എനിക്ക് നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ലൈഫിൽ പല കാര്യങ്ങളും കിട്ടാത്തത് ഞാൻ ചോദിക്കാത്തത് കൊണ്ടായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു ഈ ക്ലാസ്സിനകത്ത് കയറി കഴിഞ്ഞപ്പം. പിന്നെ അതേപോലെ ഭയങ്കരമായിട്ട് എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുമായിരുന്നു പല കാര്യങ്ങളും. ഒരാവശ്യവുമില്ലാതെ അങ്ങനെ ഒരു സംഭവം നടക്കാനേ ചാൻസ് ഇല്ല, പക്ഷെ വെറുതെ ഇരുന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടി ആ ഒരു രീതിയിൽ ടെൻഷൻ അടിക്കുമായിരുന്നു. ഇപ്പൊ അത് പക്ഷെ നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഈ ക്ലാസ്സിനൊക്കെ ഒരു വരുന്നതിന് മുമ്പും അതിനൊരു 6-8 months മുമ്പൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കര നല്ല രീതിയിൽ എൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയിരുന്നത്, ഡെയിലി റുട്ടീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോയിരുന്നതാണ്. പക്ഷെ അതൊരു കുറച്ച് നാൾ മുമ്പ് അതൊന്ന് ബ്രേക്ക് ആയി. അപ്പൊ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, എനിക്കൊന്നും ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ പറയുന്നു ഞാൻ ഫുൾ ടൈം ഇങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല, എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ട്. പക്ഷെ പിന്നെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് എപ്പോഴും ഞാൻ ഇതുപോലൊക്കെ വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. കാരണം ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പം അതിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം, വീട്ടിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഓടണം. അപ്പം ഇത് എങ്ങനെ വന്നാലും ഞാൻ ചെയ്യണം. അപ്പൊ പിന്നെ എന്തായാലും ഞാനപ്പോ അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല, ഇത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ, അപ്പൊ ഞാനത് ചെയ്യും, എന്തായാലും ചെയ്യണം, അപ്പൊ പിന്നെ അത് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചെയ്ത് തുടങ്ങിയേക്കാം. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ പറഞ്ഞ പോലെ ഒരു എക്സോസ്റ്റഡ് ആവുന്ന ഒരു ഫീലിംഗ് കുറച്ച് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഈ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങിയേക്കുന്നത്. അപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണം കണ്ടേക്കുന്നത് എന്റെ പഴയ പാറ്റേൺസ് എല്ലാം തിരിച്ചു വരും. പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അലാംസ് ഒക്കെ ഞാൻ സ്നൂസ് ചെയ്യാതെ തന്നെ ഞാൻ എണ്ണീക്കുന്ന ആളായിരുന്നു. ഞാനൊരു 4:30 ഒക്കെ ആകുമ്പോൾ എണ്ണീക്കുമായിരുന്നു. പക്ഷെ അത് പിന്നെ അത് മാറി അതൊരു 7 o'clock, പിന്നെ അത് 10 o'clock ആയി. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഞാനൊരു 5-6 പ്രാവശ്യം ഇങ്ങനെ അലാം സ്നൂസ് ചെയ്ത് കിടന്ന് ഉറങ്ങി. അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ വേറെ ആരോ ആയി എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പഴയ പാറ്റേണിലേക്ക് ഇപ്പൊ ഞാൻ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഞാൻ ആ പഴയ പാറ്റേൺ ശീലങ്ങളെല്ലാം പൊടി തട്ടിയെടുത്ത് എല്ലാം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളുടെ ലൈഫിന്റെ ഒരു കൺട്രോള് നമുക്ക് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ റിഗ്രറ്റ് ഇല്ലാതെ നമ്മളെ ഒരു ഫോഴ്സ്ഫുള്ളി അല്ലാതെ നമ്മൾ ഇഷ്ടത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ പറഞ്ഞ കണക്ക് ഐഡന്റിറ്റി ഷിഫ്റ്റും ഇമോഷൻസും വിഷ്വലൈസേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ റിഗ്രറ്റ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ ഇൻവേഴ്സ് പാരനോയിഡ് ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാലും ഇത് സംഭവിക്കേണ്ട കാര്യമായിരുന്നു, ഇത് സംഭവിച്ചതെല്ലാം നല്ലതിനാണ്, ഇനി നല്ലത് തന്നെ സംഭവിക്കുന്നു വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. യെസ്, വിപിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം കേട്ടത് വളരെ സന്തോഷം. വിപിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു യാത്ര എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. എന്തായാലും അത് ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും ജോയിൻ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ നന്നായെന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ബിപിൻ. ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതാണ് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന്
ഈ ക്ലാസ്സിന്റെ ഇതിനൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ് അവിടുന്ന് ആരും എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് നല്ല തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ പോലെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ രാത്രിയാവും, പിന്നെ ഞാൻ വേറെ കുറെ പണികളിലുമാണ്, അപ്പം പേയ്മെന്റ് ഇടാനുള്ള കാര്യം പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇട്ടേക്കാം. എന്നിട്ട് ഞാൻ രാത്രി ഒരു എനിക്ക് തോന്നുന്നു 12:30 1 o'clock മിഡ് ആ ഒരു സമയത്താണ് ഞാൻ പേയ്മെന്റ് ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ലാസ്സിന് കയറുന്നത് തന്നെ. സോ അതൊരു നല്ലൊരു ഡിസിഷൻ ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഈ ഒരു ക്ലാസ്സിന് വന്നത് കൊണ്ടാണ് ഈ കുറെ ബുക്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ കുറെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. എങ്ങനെ അപ്ലിക്കബിൾ ആക്കും അല്ലെ അപ്ലൈ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടായത്. കാരണം അത് വായിച്ചിട്ട് കൂടുതൽ കൺഫ്യൂസ്ഡ് ആയേക്കുന്നതാണ്. അപ്പൊ അതിനകത്തൊരു കുറെ ക്ലാരിറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പൊ എന്തായാലും വിപിൻ, നമുക്ക് നേരിട്ട് കാണാം. ഞാൻ എന്തായാലും ഷുവർ. വിപിന്റെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു പ്ലീസ്. വളരെ സന്തോഷം. ഒപ്പം തന്നെ ഞാൻ നിങ്ങൾ ഈ പങ്കെടുത്ത എല്ലാവരോടും എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. കുറേ എന്താണ് 5D സോൾസിനെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇപ്പം അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ വന്ന എല്ലാവരും തന്നെ ഏതാണ്ട് സിമിലർ വൈബ്രേഷനുള്ള ആൾക്കാർ തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഈ ക്ലാസ്സിന് എനിക്കൊരു സ്ട്രക്ചേർഡ് പാറ്റേൺ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഓരോ സെഷനും ഡിഫറെൻ്റ് ആണ്. കാരണം അത് ആരാണ് ക്ലാസ്സിലുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ പല കാര്യങ്ങളും മാറാറുണ്ട്. അപ്പം അത് എന്നിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് എനിക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇത്തവണത്തെ ക്ലാസ് വളരെ ഫ്രൂട്ട്ഫുള്ളായി. എനിക്ക് വളരെ സന്തോഷം. നിങ്ങളെ ഓരോരുത്തരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഇനിയും കൂടുതൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്രോഗ്രസ്സും എനിക്ക് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ ടെക്നിക്കലി കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ സന്തോഷമായിരിക്കും അതറിയാനായിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവരോടും എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. നമുക്ക് അടുത്ത 5th വീണ്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ 0 റിഗ്രറ്റിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. എപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് മാത്രം. അതല്ലാതെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യണ്ട. അപ്പം അത് നാച്ചുറലി നിങ്ങൾ ആ ഒരു ഗ്രൂവിലേക്ക് വന്നോളും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വെനസ്ഡേ വീണ്ടും കാണാം. അപ്പം ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾ മറ്റുള്ളവരും കേൾക്കട്ടെ, അവർക്കും പ്രയോജനം ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒരു കൺസൾട്ട് ചെയ്യാൻ എടുക്കുകയാണ്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ വീഡിയോ? ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നെക്സ്റ്റ് വെനസ്ഡേ മോർണിംഗ് സെയിം ടൈം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, Sure. Thank you. Thank you. Thanks so താങ്ക് much. യു. ബൈ.